കൊച്ചിയിലേക്ക് എറണാകുളം ജില്ലയിലേക്ക് ഒന്ന് പോകണം. അവിടെ ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, എറണാകുളത്ത് ഇത്തവണ UDF പ്രതീക്ഷിക്കുന്നത് ഒരു സമ്പൂർണ്ണ വിജയമാണ്, സംശയമില്ല. കാരണം അവർക്ക് അനിവാര്യവുമാണ്. ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിലൊന്നായ സതീശൻ്റെ തട്ടകമാണ്. സതീശൻ്റെ ആളുകളാണ് എറണാകുളം ജില്ല മുഴുവനുള്ള നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായും ആ സീറ്റുകൾ, ആ മണ്ഡലങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുക എന്നുള്ളത്, അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു, ശക്തമായ മത്സരം നടത്തി. LDFിൻ്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ പോലും അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുവെന്ന വിലയിരുത്തലുണ്ട്. BJPക്ക് ആകട്ടെ 2020യുടെ ഒരു സാന്നിധ്യമാണ് അവിടെ പ്രതീക്ഷ അർപ്പിക്കുന്നത്. പക്ഷേ അവർ വിജയത്തിലേക്ക് എത്തുമോ എന്ന കാര്യമൊന്നും നമുക്ക് ഒരിക്കലും പ്രവചിക്കാനാവില്ല. എന്താണ് എറണാകുളത്തെ ഏറ്റവും ഒടുവിലത്തെ, നമുക്കിനിയും മണിക്കൂറുകൾ മാത്രമാണല്ലോ വോട്ടിനുള്ളത്, മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ നേതാക്കളുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ പങ്കുവെക്കുന്ന വികാരം? രഞ്ജിത്ത്, ശക്തമായ ഇടതുതരംഗമുണ്ടായിരുന്ന സമയത്തും എറണാകുളം ജില്ല പിന്തുണച്ചത് UDFനാണ്. UDFിൻ്റെ ഒപ്പം നിന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ടേമിലും 9-5 എന്നുള്ള സംഖ്യ അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്ത്. അതേസമയം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ UDFിൻ്റെ ഇത്തവണത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് മുഴുവൻ മണ്ഡലങ്ങളും 14 മണ്ഡലങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയി പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളുകളിൽ ഒരാൾ കൂടിയുള്ള ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ എറണാകുളത്തെ റിസൾട്ട് എന്ന് പറയുന്നത് UDFിനെ സംബന്ധിച്ച് വലിയ ഒരു ടാസ്ക് തന്നെയാണ്. ഈ പ്രത്യേകിച്ചും UDFിലെ ഏത് കാലത്തും UDFിനെ പിന്തുണച്ച ജില്ല കൂടിയാണ് എറണാകുളത്തെ എല്ലാ ജില്ലകളിലും അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ UDF നേരത്തെ മുതലേ നടത്തി വന്നിരുന്നു. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോഴും അതിനു മുൻപും 90 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് താഴേക്ക് ഒരിക്കലും UDF നേതാക്കളോ കോൺഗ്രസ് നേതാക്കളോ പോയിട്ടില്ല എന്നുള്ളതാണ്. അതായത് എക്സിറ്റ് പോളുകൾ കടുത്ത മത്സരം ഉണ്ടാകും, 70-71 എന്നുള്ള ഒരു സംഖ്യയിലൊക്കെ നിലനിൽക്കുമ്പോൾ അതല്ല, 90-ലധികം സീറ്റുകൾ നേടിയായിരിക്കും കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം കൂടി നമ്മളോട് സംസാരിച്ച ഈ തൃപ്പൂണിത്തറ UDFിൻ്റെ സ്ഥാനാർത്ഥി, തൃപ്പൂണിത്തറ UDFിൻ്റെ സ്ഥാനാർത്ഥി ദീപക് ജോയി നമ്മളോട് പറഞ്ഞത് ഈ മണ്ഡലം മുഴുവൻ പിടിച്ചെടുക്കുക, 14 മണ്ഡലങ്ങളും UDFിനൊപ്പം തന്നെയായിരിക്കും, കോൺഗ്രസിനൊപ്പം തന്നെയായിരിക്കും. അതുമാത്രമല്ല, അതായത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ സംഭാവന ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നായിരിക്കും, എറണാകുളത്ത് നിന്നായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ അതേസമയം തന്നെ UDFിലെ മറ്റടിയൊഴുക്കുകൾ ചർച്ചയാകുന്നുണ്ട്. കെ ബാബു കഴിഞ്ഞ ദിവസം സുധീറിനെതിരെ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്ന ബാർക്കോഴ വിവാദവുമായി തനിക്ക് സംഭവിച്ചതും, തൻ്റെ സീറ്റ് നിഷേധവുമായി ബന്ധപ്പെട്ട് തനിക്ക് സംഭവിച്ചതും, അല്ലെങ്കിൽ തനിക്ക് സീറ്റ് നൽകാതിരിക്കാൻ സുധീരൻ ശ്രമിച്ചിരുന്ന കാര്യങ്ങളും, ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ബാർ ലൈസൻസുകൾ പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട KPCCയിലെ മുതിർന്ന നേതാക്കൾക്കിടയിലുണ്ടായ അസ്വാരസ്യവും ആ സമയത്ത് തന്നെ VM സുധീരനെടുത്തിരുന്ന നിലപാടും ഒക്കെ തൻ്റെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുമായി കെ ബാബു രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, LDFിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ശ്രീനിജൻ 554 വോട്ടുകൾ, അതായത് പാർട്ടി വിലയിരുത്തികൾ 5000 വോട്ടുകളോളം പാർട്ടിക്ക് ലഭിക്കേണ്ടുന്ന വോട്ടുകൾ ഉറപ്പില്ല എന്നുള്ളൊരു നിരീക്ഷണത്തിൽ എത്തിയപ്പോൾ അതല്ല, 554 വോട്ടുകൾ തനിക്ക് ലഭിക്കും, അതിന് ഭൂരിപക്ഷം ഉണ്ടാകും, ചിലപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു 0 കൂടി ചേർക്കേണ്ടി വരും എന്നുള്ള ഒരു പോസ്റ്റുമായിട്ട് ശ്രീനിജൻ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കുന്നത്തുനാട് നമുക്കറിയാം, 2020ക്ക് വളരെയധികം ശക്തിയുള്ള ഒരു മണ്ഡലമാണ് കുന്നത്തുനാട്. 4 പഞ്ചായത്തായിരുന്നു തെരഞ്ഞെടുപ്പുമായി, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കുന്നത്തുനാട് മണ്ഡലത്തിൽ 4 പഞ്ചായത്തുകളായിരുന്നു 2020യുടെ കയ്യിലുണ്ടായിരുന്നത്. ആ ഒരു കണക്ക് കൂട്ടൽ കൂടി കണക്കെടുത്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ, അതായത് NDAയുമായി BJPയുമായി അലയൻസായി 2020യും BJPയും കൂടി അലയൻസ് ആയിരുന്ന ഒരു സാഹചര്യത്തിൽ BJP വോട്ടുകളും 2020 വോട്ടുകളും ചേർന്ന് കുന്നത്തുനാട് മണ്ഡലം ഒരു പക്ഷേ കയ്യിൽ നിന്ന് പോയേക്കാം എന്നൊരു ആശങ്ക CPMന് പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തലാണ് ഇന്നലെ പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ശ്രീനിജൻ. അതുമായി ബന്ധപ്പെട്ട ഈ വോട്ട്, അതായത് തനിക്ക് വ്യക്തിപരമായി ലഭിക്കേണ്ടുന്ന വോട്ടുകളുണ്ട്, BJPയിലെയും 2020യിലെയും വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ടതുണ്ട്, അത് പാർട്ടിക്ക് പുറത്തുള്ള വോട്ടുകളാണ്, പാർട്ടി വോട്ടുകളെ പറ്റിയാണ് പാർട്ടിയുടെ കാൽക്കുലേഷൻ തുടങ്ങിയ തരത്തിലുള്ള വിശദീകരണങ്ങളുമൊക്കെ ആയിട്ട് ശ്രീനിജനും രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. എന്നിരുന്നാലും കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി എപ്പോഴും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത ഇടത് ചായ്വും ഇടതൊഴുക്കും ഉണ്ടായിരുന്ന സമയത്തൊക്കെയും UDFിൻ്റെ ഒപ്പം നിന്നിരുന്ന, കോൺഗ്രസിൻ്റെ ഒപ്പം നിന്നിരുന്ന മണ്ഡലം തന്നെയാണ് എറണാകുളം. അത് എറണാകുളത്തെ എല്ലാ മണ്ഡലങ്ങളും 14 മണ്ഡലങ്ങളിലും 9-5 എന്നുള്ള ഒരു കക്ഷി നില നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ 9-ൽ നിന്നും
ബാക്കി 5 കൂടി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത്തരത്തിലൊരു വലിയ മത്സരം എറണാകുളം ജില്ലയിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും ഉണ്ടാകുന്നുണ്ട്. പ്രവചനത്തിന് അതീതമായ സാഹചര്യങ്ങളുള്ള പല മണ്ഡലങ്ങളുമുണ്ട്, സംശയമില്ല. എറണാകുളം UDFന്റെ തട്ടകമാണ്. പലപ്പോഴും UDFന്റെ ചില കോട്ടകളിൽ കടന്നു കയറിയിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. എത്രത്തോളം നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മണിക്കൂറുകൾക്കകം അറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.